ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ബജാജിന്റെ EMI കാർഡ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് ആക്ച്വലി RBI ബജാജ് EMI കാർഡിനെ ബാൻ ചെയ്തതായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി അൺബാൻ ആയിട്ട് ഇപ്പോൾ റീസെന്റ് തന്നെ അതിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ സംഭവങ്ങളൊക്കെ ഓപ്ഷൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ബജാജ് EMI കാർഡ് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് കാർഡ് അല്ല, ഇത് ആക്ച്വലി ഒരു EMI കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറേ ചാർജുകളും സംഭവങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയായിരിക്കും നോ കോസ്റ്റ് EMI പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാനാണ് നമ്മൾ ബജാജ് EMI കാർഡ് ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഫർണിച്ചർ ഉപയോഗിക്കാം. മിക്ക ബജാജിന്റെ ആൾക്കാരും മിക്ക കടകളിലും പാർട്ട്ണർഷിപ്പ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 90% ഷോപ്പുകളിലും ബജാജ് കാർഡ് അക്സെപ്റ്റഡ് ആയിരിക്കും. അതാണ് ഇതിന്റെ ഗുണം. അതുപോലെ തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ബജാജ് EMI കാർഡ് ഈസിലി കിട്ടും. ഇപ്പോൾ റീസെന്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ബജാജ് EMI കാർഡ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആമസോണിലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ തന്നെ ആഡ് ആകും സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാൻ പറ്റും പണ്ടത്തെ പോലെ തന്നെ. അതിപ്പോൾ റീസെന്റ് ആ ബാൻ വന്ന കാരണമാണ്. അപ്പോൾ അത് ഇനി ഓൾറെഡി ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ ലാഗ് വന്നിരിക്കുന്നത് അങ്ങനത്തെ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ബജാജ് EMI കാർഡ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ ചാർജുകൾ നിങ്ങൾ കൊടുക്കണം, എന്തൊക്കെ ഹിഡൻ ചാർജുകളുണ്ട്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി ഒരു ബജാജ് EMI കാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യും. എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിക്കേണ്ടെന്നൊരു സംഭവം തന്നെയാണ്. 5-6 കൊല്ലം മുമ്പ് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്താ വെച്ചാൽ നമ്മളിൽ ഇപ്പോൾ ഇഷ്ടംപോലെ കുറേ ക്രെഡിറ്റ് കാർഡുകളുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തവർക്കാണ് ശരിക്കും ആക്ച്വലി ബജാജ് EMI കാർഡിന്റെ ഒരു ഗുണം. പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് സംഭവിക്കാം. മിനിമം ഒരു സിബിൽ സ്കോർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ നമ്മുടെ വെബ്സൈറ്റ് jmd.banksupport.in എന്ന വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ തന്നെ ബജാജ് EMI കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അപ്രൂവ് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്മുടെ റെഫർ ലിങ്കും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നോക്കട്ടെ. നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ചിട്ട് വേറെ ബാങ്ക് ലോൺസുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സ് എലിജിബിലിറ്റി വരുമ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻ വരും. അത് അങ്ങനെ ഒരു ഗുണം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് സിബിൽ സ്കോറും ചെക്കിയാൽ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ ഫംഗ്ഷൻസ് ആഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഫീസുകൾ ഉണ്ടെന്ന് നോക്കിയേക്കാം നമുക്ക് ബജാജ് EMI കാർഡിന്. എന്ത് ഈസി വർക്ക് ചെയ്യുന്നില്ല, ചൂട് എടുക്കുന്നുണ്ടല്ലോ. ആക്ച്വലി ഇതിനൊരു കാർഡ് ഫീ വരുന്നുണ്ട്. എടുക്കുമ്പോൾ തന്നെ 530 രൂപ നമുക്കൊരു കാർഡ് ഫീ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടിവേഷൻ ഫീ ആയിട്ട് ഒരു 69 രൂപയും വരുന്നുണ്ട്. പ്ലസ് നമുക്ക് GST വരും. അത് ഞാൻ എക്സ്ട്രാ പറയുന്നില്ല കേട്ടോ, എല്ലാത്തിനും GST വരും. അപ്പോൾ നമുക്കൊരു കാർഡ് ഫീയും ഒരു ആക്ടിവേഷൻ ഫീയും കൂടി ഇനീഷ്യലി തന്നെ വരും. 530 രൂപയും 69 രൂപ ഇട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴൊക്കെ ഈ നോ കോസ്റ്റ് EMI നമ്മൾ ഈ കാർഡ് വെച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് 99 രൂപയുടെ ഒരു ചാർജ് വരുന്നുണ്ട് പ്ലസ് GST. ഞാൻ അത് എടുത്ത് പറയുന്നില്ല, എല്ലാത്തിനും ഇവിടെ പ്ലസ് GST വരും. പിന്നെ നമുക്ക് നിങ്ങളറിയാം നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും അവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യും. അതിനും അവർ ആക്ച്വലി ഒരു സ്കോർ ചെക്ക് ചെയ്യുന്നതിന് ഒരു ചാർജ് എടുക്കുന്നുണ്ട്. 46 രൂപ പ്ലസ് GST എടുക്കുന്നുണ്ട് കേട്ടോ. അതും കഴിഞ്ഞ് നമ്മളൊരു സാധനം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, അതിന് നമ്മൾ നാഷ് ഫീ എന്ന് പറഞ്ഞൊരു സംഭവം പിടിക്കും. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ EMI ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് നാഷ് എന്ന് പറയുന്നത്. നാഷ് ഫോം എന്നൊക്കെ പണ്ട് നാഷ് ഫോം സംഭവിക്കാറുണ്ട്. ഇപ്പോൾ നാഷ് ഒക്കെയാണ്, ഓട്ടോമാറ്റിക്കലാണ്, ഇലക്ട്രോണിക്കലാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 999 ചാർജ് പിടിക്കും. അത് നോർമലി ബാങ്ക് പിടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നോർമലി നമ്മുടെ ബജാജ് നോർമൽ ആൾക്കാരെ നിന്ന് പിടിക്കുന്ന സംഭവങ്ങൾ കേട്ടോ. ഇതല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ കുറച്ച് ചാർജുകൾ വരുന്നുണ്ട്. അത് ഡിപ്പെൻസ് ആണ്, എല്ലാവർക്കും വരില്ല. അഡീഷണൽ ചാർജുകൾ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു നോർമലി നിങ്ങളൊരു കാർഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1 lakh ലിമിറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലിമിറ്റ് ഇൻക്രീസ് ഓഫർ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിമിറ്റ് ഇൻക്രീസ് ഓഫർ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഫീ ഉണ്ട്. ലിമിറ്റ് ഇൻക്രീസ് ഫീ എന്ന് പറയുന്നത് എൻഹാൻസ്മെന്റ് ഫീ എന്ന് പറഞ്ഞിട്ട് 99 രൂപ പ്ലസ് GST. പിന്നെ നിങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലേറ്റ് ചാർജ് ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു 450 രൂപ പ്ലസ് GSTയും പിടിക്കിട്ടാ. അപ്പോൾ ഈ ലേറ്റ് ഫീ എന്ന് പറയുന്നത് നിങ്ങൾ ഡ്യൂ ഡേറ്റിന് കറക്റ്റായിട്ട് നമ്മുടെ ഇതിൽ ക്യാഷ് ഇല്ലെങ്കിൽ മാത്രം പിടിക്കുന്ന സംഭവമാണ്. അതല്ലാണ്ട് ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞ ഫീകളാണ് ബാക്കിയുള്ള ഫീകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കസ്റ്റമർ സപ്പോർട്ട് ഞാനിത് ആക്ച്വലി ഈ ബജാജ് EMI കാർഡിന്റെ റെക്കമെൻഡോ സംഭവങ്ങളും ചെയ്യുന്നതല്ല. കുറച്ച് കത്തികളൊക്കെ തന്നെയാണ് ഇവര്. എന്താ വെച്ചാൽ ഇവര് ആക്ച്വലി ബിസിനസ് ചെയ്യാനാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ കത്തി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് എക്സ്ട്രാ ചാർജുകൾ എനിക്ക് ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് ഒരു 5-6 കൊല്ലം ഉപയോഗിച്ച സംഭവമാണ്. അതിനുശേഷം ഞാൻ ക്ലോസ് ചെയ്തത്. പക്ഷെ എനിക്ക് ആ ഒരു ടൈം പീരീഡിലൊന്നും വലിയ ബാഡ് എക്സ്പീരിയൻസും സംഭവമൊന്നും ഇല്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെയായിരുന്നു. പക്ഷെ കുറെ പേർക്ക് ഇത് സിബിൽ സ്കോറിനെ കറക്റ്റായിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്യാൻ ഡിഫക്റ്റീവ്സ് വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ചാർജുകൾ പോലെ പിടിക്കുന്നുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ആക്ച്വലി അവരുടെ ബജാജ് അതിൻ്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് EMI അടയ്ക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. നിങ്ങൾ ആ പരിപാടിക്കൊന്നും പോകണ്ട. ഓട്ടോമാറ്റിക്കലി അത് തന്നെ പിടിച്ചു പോയിക്കോളും. അങ്ങനെയാണെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നും വരാറില്ല. നിങ്ങൾ ഈ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് അതിന് ശരിക്കും ആക്ച്വലി ഒരു ടൈം പീരീഡ് ഉണ്ട്. നിങ്ങൾ ആ നമ്മുടെ ഇപ്പോൾ EMI ഡേറ്റിന് ഒരു 15 ദിവസം മുമ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ കറണ്ട് EMI പിന്നെ
പിടിക്കാണ്ട് ഇരിക്കോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു EMI ഡേറ്റിന് ഒരു 3-4 ദിവസം മുമ്പൊക്കെ നിങ്ങൾ EMI അഡ്വാൻസ് ആയിട്ട് അടച്ചെന്ന് വിചാരിക്കുക. പക്ഷെ ആ ഡേറ്റ് ആകുമ്പോൾ ഒന്നുകൂടി പിടിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ കുറെ ടൈം പീരീഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നോർമലി അതിനായിട്ട് നല്ലത് നിങ്ങൾ ആ കറക്റ്റായിട്ട് അത് ഓട്ടോമാറ്റിക്കലി പിടിച്ചു പോട്ടെ വിചാരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം കുറെ കംപ്ലൈന്റ് ഒക്കെ EMI സൈഡിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. കുറെ കംപ്ലൈൻസ് ആൾക്കാരൊക്കെ കംപ്ലൈന്റ് ഇഷ്ടം പോലെ കംപ്ലൈൻസ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവര് ആക്ച്വലി നമ്മൾ ഈ സാധനം എടുക്കുമ്പോൾ തന്നെ നമ്മളെ കൊണ്ട് ഒരു അഗ്രിമെന്റ് സംഭവങ്ങളൊക്കെ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കുറെ ഇൻഷുറൻസ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അത് നമ്മൾ സൈൻ ചെയ്ത് അഗ്രിമെന്റിൽ നമ്മൾ ഓക്കെ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് അവര് ഇൻഷുറൻസും അങ്ങനെ കുറെ സംഭവങ്ങളൊന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ലോൺ അങ്ങനെ സംഭവങ്ങൾ കുറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. അതിന്റെ വേറെ സംഭവമാണ് നമ്മുടെ ബജാജ് RBL കാർഡ്, ബജാജ് DCB കാർഡ് അല്ല, DCB അല്ല, സോറി, ഇതെല്ലാം എനിക്ക് ആകെ തലയെറിഞ്ഞിട്ടിരിക്കുന്നത്. DCB കാർഡ് എൻ്റെ ഇല്ലല്ലോ, ഇതിൽ RBL കാർഡ് ഉള്ളത് വേറെ ബാങ്ക് ഉണ്ടല്ലോ, എനിക്ക് കിട്ടുന്നില്ല. DCB അല്ലേ, DCB അല്ലല്ലോ. എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക്, നമ്മുടെ തൃശ്ശൂരൊക്കെ എൻ്റെ ബ്രാഞ്ച് എനിക്ക് കിട്ടുന്നില്ല ഇടയ്ക്ക്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നു കേട്ടോ. അപ്പോ ബിസിനസ് പച്ചക്ക് പറഞ്ഞാൽ ബിസിനസ് അത്രേ ഉള്ളൂ. കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് എമൗണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റിംഗ് പരിപാടി ആണെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യുമ്പോഴാണ് കുറെ പേർക്ക് ഇങ്ങനെ പണി കിട്ടുന്നത്. അപ്പൊ എന്താ വെച്ചാൽ കുറെ നമുക്ക് കമന്റ് വരാറുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം മുമ്പ് അഡ്വാൻസ് ആയിട്ട് EMI അടയ്ക്കും, പിന്നെ ആ ഡേറ്റ് ആകുമ്പോൾ അവർ ഒന്നുകൂടി പിടിക്കാൻ നോക്കും, അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവില്ല, അപ്പൊ ഒരു ഫൈൻ അടിക്കും. അങ്ങനത്തെ കുറെ പരിപാടിയാണ് മിക്ക ആൾക്കാർക്കും കിട്ടുന്നത് പണി. അപ്പൊ അതിനായിട്ട് നല്ലത് ഓട്ടോമാറ്റിക് ആ ഡേറ്റ് ആകുമ്പോൾ പിടിച്ചു പോകുമ്പോൾ അത് അങ്ങനെ പോയിട്ട് പിന്നെ അത് അടഞ്ഞോളും. നോർമലി നമ്മുടെ അപ്പൊ EMI ഒരു 10 EMIന്റെ നിങ്ങൾ പ്ലാനാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 10ാമത്തെ EMI പിടിച്ചു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അയച്ചു തരുന്ന പരിപാടിയൊക്കെ ഉണ്ട് വരിക. അപ്പൊ അത് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലാത്തവർക്ക് ഈ സാധനം EMIയിൽ എടുക്കാവുന്ന ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് തന്നെയാണ് ഈ സാധനം. ഇവർക്ക് ആക്ച്വലി നല്ല ലാഭം വരുന്നുണ്ട്. ഈ ഒരു കാർഡ് വെച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 100 കോടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നോ കോസ്റ്റ് EMIയിൽ പ്രൊഡക്റ്റ് തരുമ്പോൾ കമ്പനി അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ആ സംഭവങ്ങൾ അവർ സെയിൽസ് കൂട്ടാനും അങ്ങനത്തെ കുറെ അത് ഞാൻ അതിന്റെ വർക്കിംഗ് ജസ്റ്റ് ചുമ്മാ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതല്ലാണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഫീസുകളൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഓൾമോസ്റ്റ് 100 കോടിയൊക്കെ ഈ കാർഡിൽ നിന്ന് മാത്രം ഉണ്ടാക്കുന്നുണ്ട് ലാഭം. അത് വേറെ കാര്യം. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കുറെ പേർക്ക് ഈ സാധനം നല്ല ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. ഈ സാധനം അന്ന് ബാനായപ്പോൾ കുറെ പേര് നമുക്ക് എത്ര പേരെ പറയുന്നത് കമന്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ബാനായി, ഞാൻ ഉപയോഗിക്കുന്ന സംഭവമായിരുന്നു, എനിക്ക് ഇനിയിപ്പോൾ EMI എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അതിന്റെ ഡൗൺ സൈഡും ഉണ്ട്. അത് ബിസിനസ് പർപ്പസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡൗൺ സൈഡ് ഉണ്ട്. കത്തി തന്നെ ബ്ലേഡ് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാൻ വേണമെങ്കിൽ. പക്ഷെ ഫുൾ ആയിട്ട് നമുക്ക് റിജക്ട് ചെയ്യാനും പറ്റൂല. എന്ന് വെച്ചാൽ കുറെ പേര് ഈ സാധനം കൊണ്ട് കുറെ പ്രൊഡക്ട്സ് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസും സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഞാൻ റെക്കമെൻഡും ചെയ്യുന്നില്ല, അതിനെ എടുത്ത് അങ്ങനെ ഫുള്ളി ഇഗ്നോറും ചെയ്യുന്നില്ല. ഹെൽപ്ഫുൾ ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നല്ല, ആക്ച്വലി അതിന്റെ ഫീസ് എന്തൊക്കെ അവർ പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ ആക്ച്വലി വീഡിയോ പർപ്പസ് എടുത്താന്ന് വെച്ചാൽ കുറെ പേര് ഇപ്പോൾ നമുക്ക് കമന്റ് ചെയ്യാൻ ഈ സാധനത്തിനെ കുറിച്ച്. എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് ആക്റ്റീവ് ആയല്ലോ, അപ്പൊ അതിന്റെ കുറച്ച് അതുകൊണ്ട് തന്നെ കുറെ പേര് ഇതിനെ കമന്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ തന്നെ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് HMD.banksupport.in പോയിട്ട് നിങ്ങൾക്ക് ഈ കാർഡ് അപ്ലൈ ചെയ്യാനും ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡ്സുകളും ബാങ്ക് ലോൺസുകളും NBFC ലോണുകളൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലേക്കും നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ലിങ്കുകളാണ് ഇടല്ല. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.